ഈ തെരഞ്ഞെടുപ്പ് കാലത്താകെ നാം ഉയർന്നു കേട്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വിജയിക്കാനുള്ള സാധ്യത കുറവാണ്, ബി ജെ പിക്ക് വലിയ നഷ്ടമുണ്ടായേക്കാം. പക്ഷേ ഇത് പറയുന്ന നമ്മുടെ ന്യൂഡൽഹിയിലുള്ള സുഹൃത്തുക്കളും അല്ലെങ്കിൽ വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായമുള്ള ആളുകളൊക്കെ പറയുന്നത് സംഗതികൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്താണ് ബി ജെ പി ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് ഒരു വിധത്തിൽ നല്ലതാണ്. കാര്യം ബി ജെ പിയുടെ വിശ്വാസ്യത വല്ലാതെ തകർന്നിരിക്കുന്നു എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ എന്തും ചെയ്യുന്ന ന്യായവും അന്യായവും നിയമപരവും നിയമത്തിലല്ലാത്തതുമായി എന്തും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ ആളുകളാണ് ഇന്ന് ഭരണത്തിലിരിക്കുന്നത് എന്നൊരു വിശ്വാസം പൊതുവെ ജനങ്ങൾക്കിടയിൽ വ്യാപകമായി ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇങ്ങനെ അഭൂതപൂർവമായി ഉണ്ടാകാവുന്ന ചില ഫലങ്ങളെ സംശയത്തോടുകൂടി വീക്ഷിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കുറച്ചുകൂടി സുതാര്യമാക്കേണ്ട ആവശ്യം, അതിൻ്റെ വിശ്വാസ്യത വീണ്ടെടുക്കേണ്ടത് അത് നടത്തുന്ന ഏജൻസികളുടെ തന്നെ ചുമതലയാണ്. ഇന്ത്യയിൽ പ്രധാനമായും ആ ചുമതലയുള്ളത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ നമ്മൾക്ക് ഇന്ത്യ സ്വതന്ത്രമായ അന്ന് മുതൽ, സുകുമാർ സെൻ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണറായിരുന്ന കാലം മുതൽ മറ്റ് രാജ്യങ്ങളിലെ ഇലക്ഷൻ കമ്മീഷനുകളേക്കാൾ, ഇലക്ഷൻ സംവിധാനങ്ങളേക്കാൾ ഒരു വിശ്വാസ്യത പുലർത്തിയിരുന്ന ഇലക്ഷൻ കമ്മീഷനായിരുന്നു, ഒരു സംവിധാനമായിരുന്നു, ഒരു സ്ഥാപനമായിരുന്നു. പക്ഷേ കുറേ നാളുകളായി ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന സ്ഥാപനത്തെ ഭരണകക്ഷിയുടെ അവരുടെ തന്നെ ഒരു വിഭാഗമാക്കി, അവരുടെ ആജ്ഞകൾ അനുസരിക്കുന്ന ഒരു വിഭാഗമാക്കി, അവർക്കിഷ്ടമുള്ള ആളുകളെ മാത്രം തിരികെ കയറ്റുന്ന ഒരു സ്ഥാപനമാക്കി ഈ ഭരണകൂടം മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സുപ്രീം കോടതിയുടെ പോലും നിർദ്ദേശങ്ങളെ അവഗണിച്ചുകൊണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി അംഗമായ ഒരു കമ്മിറ്റി ആയിരിക്കണം ഇലക്ഷൻ കമ്മീഷനെ നിർണ്ണയിക്കുന്നത് എന്നുള്ളത് ഉള്ള സുപ്രീം കോടതി വിധിയെ അപ്രസക്തമാക്കുന്ന ഒരു ബിൽ അവതരിപ്പിച്ച് ഇലക്ഷൻ കമ്മീഷനെ പൂർണ്ണമായും വരുതിക്കുള്ളിലാക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ഇലക്ഷൻ കമ്മീഷനിലെ ചില അംഗങ്ങൾ രാജിവെച്ച് പോകുന്നതും ഇലക്ഷൻ കമ്മീഷനിൽ വളരെ പെട്ടെന്ന് പുതിയ 2 പേർ വരുന്നതുമൊക്കെ ഉള്ള കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യതയ്ക്ക് ഒട്ടും അനുയോജ്യമായ കാര്യങ്ങളായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടമാകെ ഇലക്ഷൻ കമ്മീഷൻ ആ സ്ഥാപനത്തിൻ്റെ ബഹുമാന്യത വർദ്ധിപ്പിക്കുന്ന, മാറ്റുകൂട്ടുന്ന നടപടികളായിരുന്നില്ല എടുത്തത്. ആ ഇലക്ഷൻ കമ്മീഷൻ ഒരു വിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന കൃത്യമായ സന്ദേശം നൽകുന്ന പ്രവർത്തനങ്ങളാണ് ഇലക്ഷൻ കമ്മീഷൻ നടത്തിയത്. നരേന്ദ്രമോദിയുടെ വിവാദപരമായ മനീസമായ പ്രസംഗങ്ങൾക്കെതിരെ പരാതി കൊടുത്തപ്പോൾ അതിനെ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഒരു പരാതിയുമായി കൂട്ടിക്കെട്ടുകയും നരേന്ദ്രമോദിയോട് നേരിട്ട് വിശദീകരണം ചോദിക്കാതെ അത് പാർട്ടി പ്രസിഡന്റിനോട് ചോദിക്കുന്നു, രാഹുൽ ഗാന്ധിയുടെയും പാർട്ടി പ്രസിഡന്റിനോട് ചോദിക്കുന്നു, ഞങ്ങൾ നിഷ്പക്ഷരാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടന്നു. അതേസമയം തന്നെ കോൺഗ്രസിലെയും തൃണമൂൽ കോൺഗ്രസിലെയും ചില നേതാക്കന്മാരെ പ്രചരണങ്ങളിൽ നിന്നും മലീസമായ വിഷമിപ്പിക്കുന്ന പ്രചരണം നടത്തിയെന്ന ആരോപണം ഉയർത്തി അവരെയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നിന്നും ചില കാലഘട്ടത്തിലേക്കെങ്കിലും നിരോധിക്കുന്നു. ഇങ്ങനെ ഒട്ടേറെ നടപടികൾ ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന നടപടി ഉണ്ടാകുന്നു. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ ഇലക്ഷൻ രംഗത്ത് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാക്കാൻ ബാധ്യസ്ഥരായ സ്ഥാപനങ്ങൾ അതിനെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയിലെ ഇലക്ഷൻ രംഗത്ത് സ്വാഭാവികമായ ജനാധിപത്യം പുലരുകയുള്ളൂ. ആ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാകുന്നത് ഇലക്ഷൻ കമ്മീഷൻ സുതാര്യമായിരിക്കുമ്പോൾ, ജുഡീഷ്യറി അതിൻ്റെ റോൾ നിർവഹിക്കുമ്പോൾ, മാധ്യമങ്ങൾ അതിൻ്റെ പങ്ക് ഉയർത്തിപ്പിടിക്കുമ്പോൾ ഒക്കെയാണ്. ഇതൊന്നും ഇല്ലാതെ വരുമ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ അർത്ഥം ചോദ്യം ചെയ്യപ്പെടും. ഈ ഇലക്ഷൻ പ്രോസസ്സിൻ്റെ സുതാര്യത ചോദ്യം ചെയ്യപ്പെടും. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സുതാര്യത ഉയർത്തിപ്പിടിക്കുക, അതിൻ്റെ വിശ്വാസ്യത ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് ഭാവിയിലേക്കും ഇന്ത്യൻ ജനാധിപത്യം നിലനിർത്താൻ വളരെയധികം അത്യാവശ്യമാണ്. അത് തകർക്കുന്ന ഒരു സംഘമാണ് ഇന്ന് ഇന്ത്യയിൽ ഭരണത്തിലിരിക്കുന്നതെന്നുള്ള വിശ്വാസം ഇന്ത്യയിൽ പൊതുവായി ഉണ്ടായിരിക്കുന്നുള്ളത് വളരെ നിർഭാഗ്യകരമായ കാര്യമാണ്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.